നമ്മളിന്ന് പോളാർ വൈറ്റ് പാരറ്റിൻ്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കാൻ പോവുകയാണ്. അതായത് അച്ഛനും അമ്മയിൽ നിന്ന് പിരിക്കാൻ പോവുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കൊരു പ്രശ്നമുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിക്ക് കെയർ ചെയ്യും, കൃത്യമായിട്ട് എഗ് ചെയ്യും, കറക്റ്റായിട്ട് എല്ലാ എഗ്ഗും വിരിയിച്ച് എല്ലാത്തിനെയും ഫ്രീസിമാക്കി നല്ലോണം കെയർ ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ഇവർക്ക് കുറേ ദിവസം കൂടുമ്പോൾ, അതായത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ എഗ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത തവണ എഗ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ബാലൻസ് കഴിഞ്ഞ ബാച്ചിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവർ കഴിച്ചു തീർക്കും. അതല്ല എങ്കിൽ കുറച്ചൊക്കെ മിസ്സായി എന്തായാലും കുറച്ചവർ കഴിക്കും എഗ് ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞ് കുറച്ച് കുഞ്ഞിനെ ബാലൻസ് വെച്ച് കഴിഞ്ഞാൽ ഇവർ എഗ് ചെയ്യുമ്പോഴേക്കും ആ കുഞ്ഞുങ്ങൾ ഈ എഗ്ഗിനെ കഴിച്ചു തീർക്കാൻ ചാൻസ് ഉണ്ട്. അതായത് റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് 0. അപ്പോൾ അത് കാരണമാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ഒന്നും ബാധിക്കില്ല. അവർക്ക് RTM കൊടുത്ത് അവർ പഴയതുപോലെ നല്ല രീതിക്ക് വളർന്നോളും. പക്ഷേ പാരൻറ്റിനെ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിനെ മാറ്റുവാണ്, വേറൊരു ടാങ്കിലേക്ക് മാറ്റി വലിയ താമസമില്ലാതെ തന്നെ അവരവിടെ എഗ് ചെയ്യും. അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളെ ഇറക്കി അങ്ങനെ പൊക്കോളും. അങ്ങനെ മാറ്റുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബേസിനാണ് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പൈപ്പും ചട്ടിയൊക്കെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതില്ലെങ്കിൽ തന്നെയും സൈഡിൽ ബ്രീഡാവും. എന്നാലും ഇരിക്കട്ടെ, നമുക്കിനി വരും ദിവസങ്ങളിലെ അപ്ഡേറ്റ് നമുക്ക്